അങ്ങനെ ജാസ്മിന്റെയും റസ്മിന്റെയും ഫാമിലി ബിഗ് ബോസ് ഹൗസിനെ പുറത്തു പോയിരിക്കുകയാണ്. പോകുന്നതിന് തൊട്ട് മുൻപ് ജാസ്മിൻ ഉമ്മയോട് ഒരു കാര്യം പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അഫ്സൽ കാക്കാനെ അന്വേഷിച്ചെന്ന് പറയണേ. അഫ്സലിന്റെ പേര് എവിടെ പറഞ്ഞാലും ഷോയില് മ്യൂട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ആ പേര് മ്യൂട്ട് ചെയ്യുന്നത് എന്നറിയില്ല. ചിലപ്പോൾ ഇവർ ആവശ്യപ്പെട്ടിട്ടാണോ എന്നും അറിയില്ല. എന്തായാലും അഫ്സലിന്റെ പേര് പറയുമ്പോൾ മുഴുവൻ മ്യൂട്ട് ചെയ്യാണ്. പേര് പറയുമ്പോൾ മാത്രമല്ല, അഫ്സലിനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളെ കേൾപ്പിക്കുന്നില്ല. നോർമലി ജാസ്മിൻ സംസാരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുകയാണെങ്കിലും മറ്റുള്ളവരുടെ ലേപ്പല് മ്യൂട്ട് ചെയ്തിട്ട് ജാസ്മിന്റെ മാത്രം നമുക്ക് കേൾപ്പിക്കാൻ പറ്റും. എന്നാൽ മറ്റുള്ളവര് സംസാരിക്കുന്നതാണ് ലൗഡർ ആയിട്ട് കേൾക്കുന്നത്. ജാസ്മിൻ പറയുന്ന കാര്യങ്ങളൊക്കെ മ്യൂട്ട് ചെയ്താണ് കേൾപ്പിക്കുന്നത്. പേരൻസ് വന്നുടനെ ഗബ്രീനെ വിട്ട് അഫ്സൽ കാക്കാനെ പിടിച്ചു എന്നറിയുമ്പോഴത്തേനും പിന്നെയും നെഗറ്റീവ് ആകൂന്ന് ഓർത്തിട്ടാണോ എന്നറിയില്ല. എന്താണെങ്കിലും അഫ്സലിന്റെ പേര് പറയുന്ന സ്ഥലത്ത് ഫുൾ മ്യൂട്ടാണ്. അതിനുശേഷം അവർ പോയി കഴിഞ്ഞ് റസ്മിനുമായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ. റസ്മിനോട് ജാസ്മിൻ ഒരു കാര്യം പറയുന്നുണ്ട്. പുറത്തെന്താണ് കാര്യങ്ങളൊക്കെ എന്ന് റസ്മിൻ ചോദിക്കുന്നു. അത്ര വയ്യാഞ്ഞിട്ട് പോലും എയർപോർട്ടിൽ അത്താനെയും ഉമ്മാനെയും കൊണ്ടുവിട്ടത് അഫ്സൽ കാക്കയാണെന്ന് പറയുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പലരും പലതാണ് പറയുന്നത്. ഇവിടെ ഉള്ളവരെ മറ്റൊന്ന് പറയുന്നു, പക്ഷെ എന്റെ അത്തായും ഉമ്മായും വേറെ പറയുന്നു. ഞാൻ ആരെയാ റസ്മിനെ വിശ്വസിക്കണ്ടേ? ഞാൻ ഏതായാലും അവരെ വിശ്വസിക്കുക എന്ന് പറയുന്നു. അപ്പൊ റസ്മിൻ പറയുന്നു, നീ നിന്റെ അത്താനെയും ഉമ്മാനെയും വിശ്വസിക്കുക. അവര് പറയുന്നതല്ലേ വിശ്വസിക്കണ്ടേ, അവര് പറയുന്നത് വിശ്വസിക്കാൻ പറയുന്നു.